കരങ്ങൾ കൂപ്പുക, ദൃഷ്ടികൾ ഉയർത്തി. ഇന്നും ജീവിക്കുന്ന പൊന്നു തമ്പുരാൻ ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. തിരുവോസ്തരൂപനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ ഇതാ സ്വർഗം വിട്ടിറങ്ങി വന്നിരിക്കുന്നു. തിരുവോസ്തരൂപനായ കർത്താവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്വീകരിക്കാം, അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സ്നേഹിക്കാം, അവിടുത്തേക്ക് നന്ദി പറയാം. ദൈവമായ കർത്താവ് ഇതാ നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഇതാ കർത്താവിന്റെ പക്കലേക്ക് ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം, സ്വരമുയർത്താം. ഒരു നിമിഷം മാലാഖ ഗണങ്ങളോട് ചേർന്നുകൊണ്ട്, സ്വർഗീയ ഗണം മുഴുവനോടും ചേർന്നുകൊണ്ട്, ഭൂമിയിൽ അവിടുത്തെ ആരാധിക്കുന്ന എല്ലാ മക്കളോടും ചേർന്നുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, സ്വരമുയർത്തി. പെരുവെള്ളത്തിന് ഇരമ്പൽ പോലെ, ഇടിനാഥത്തിന് മുഴക്കം പോലെ സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 ആരാധന, 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 ആരാധന. സ്വരമുയർത്തി സ്തുതിച്ച്, സ്വരമുയർത്തി സ്തുതിച്ച് ജീവിക്കുന്ന കർത്താവിന്റെ കരുണ ഏറ്റുവാങ്ങിക്കേ. ഇതാ സ്വർഗ്ഗം വിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന പൊന്നുതമ്പുരാന്റെ കരുണ ഏറ്റുവാങ്ങിക്കേ. ഇതാ അനുതപിക്കുന്ന ഭാവിയോട് കരുണ കാണിക്കുന്ന പൊന്നുതമ്പുരാൻ ഇതാ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായത്തിലെ 23 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത്, നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ഇതാ നമുക്ക് ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ, നമ്മുടെ ദേശത്ത് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ഇതാ ദൈവമായ കർത്താവ് ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നിയമാവർത്തനം 4-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. നമുക്ക് സമീപസ്ഥനായ ഈ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം ഇത്രയും അടുത്തുള്ള വേറെ ഏതൊരു ശ്രേഷ്ഠ ജനതയാണ് ഈ ഭൂമുഖത്തുള്ളത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന പൊന്നു തമ്പുരാൻ ജെറമ്യ പ്രവചനത്തിൽ പറയുന്നുണ്ട്, നീ എന്നെ വിളിക്കുക, നിനക്ക് ഞാൻ ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്തായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. ദൈവമേ, അങ്ങേ ഞങ്ങൾ വിളിക്കുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന്റെ മുൻപിൽ ഇതാ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. എൻ്റെ അടുത്ത് നിൽക്കുവാൻ, ഇത്രയും അടുത്ത് നിൽക്കുവാൻ, ഇത്രയും അടുത്തേക്ക് ഇറങ്ങി വരുവാൻ തിരുമനസ് കാണിച്ചിരിക്കുന്ന പൊന്നു തമ്പുരാനെ, നിന്റെ തിരുനാമത്തിന്റെ മുൻപിൽ ഞങ്ങളിതാ ഒന്ന് ചേർന്ന് ആരാധന അർപ്പിച്ച് നിനക്ക് മഹത്വം അർപ്പിക്കുന്നു. ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത്? കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്? കരങ്ങളടിച്ചുകൊണ്ട് പാടുക, ശക്തമായിട്ട് കരങ്ങളടിക്കുക, ഈശോയെ നോക്കുക. ഇതാ ഈശോ എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഈശോ എന്നെ സ്നേഹിക്കുന്നു. ഈശോ എനിക്ക് കരുണ എൻ്റെ മേൽ ചൊരിയുന്നു. ഇത്രയും എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ നല്ല ദൈവത്തിൻ്റെ കരുണയുടെ മുൻപിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ കാരുണ്യത്തെ ഒന്ന് ഏറ്റുപാടിക്കേ. അതിരങ്ങൾ തുറന്ന്, മനസ്സ് തുറന്ന്, കരങ്ങൾ അടിച്ച് ദൈവനാമത്തിന് മഹത്വം അർപ്പിച്ച് പാടിയിരിക്കേ. ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത്?
ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത് പടാം. ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറെ. എല്ലാവരും ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത്. എന്റെ ഈശോയെ, കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്. എന്റെ തമ്പുരാനെ, കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്. പടാ. കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്. ഓ ദൈവമേ, ഞാൻ എൻ്റെ ആടുകളെ നേരിട്ടു മേയിച്ചിടും, മുറിവേറ്റു വീണതിനെ തോളേറ്റിലാളിച്ചിടും. ഞാൻ എൻ്റെ ആടുകളെ നേരിട്ടു മേയിച്ചിടും, മുറിവേറ്റു വീണതിനെ തോളേറ്റിലാളിച്ചിടും. എന്റെ കർത്താവേ, ഞാനാണ് ദൈവമെന്ന് അപ്പോൾ നീ അറിയും. എന്റെ ഈശോ, ഞാനാണ് ദൈവമെന്ന് അപ്പോൾ നീ അറിയും. ഇത്രയടുത്ത് 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 കർത്താവ് നിൽക്കും ദൈവജനം വേറേത്. കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും. എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ ഒരിക്കൽ കൂടി. ഇത്രയടുത്ത് അതിരങ്ങൾ തുറന്ന് പാടിക്കേ. കയ്യെത്തും ദൂരത്ത് കരങ്ങൾ ചേർത്തടിച്ചേ. ഉച്ചത്തിൽ ഇത്ര കരങ്ങൾ അടുത്ത് അടിച്ചേ. ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത്. കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്. ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത്. കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്. ഞാൻ എൻ്റെ ആടുകളെ നേരിട്ടു മേയിച്ചിടും, വഴിതെറ്റിപ്പോയതിനെ നെഞ്ചറ്റിയോ മനിക്കും. ഞാൻ എൻ്റെ ആടുകളെ നേരിട്ടു മേയിച്ചിടും, വഴിതെറ്റിപ്പോയതിനെ നെഞ്ചറ്റിയോ മനിക്കും. എന്റെ സ്നേഹത്തിന്റെ ഞാനാണ് ദൈവമെന്ന് അപ്പോൾ നീ അറിയും. നിന്റെ കാരുണ്യത്തിന്റെ മുന്നിൽ ഞാനാണ് ദൈവമെന്ന് അപ്പോൾ നീ അറിയും. ഇത്രയടുത്ത് ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത്. വേഗത്തിൽ വേഗത്തിൽ കരങ്ങൾ അടിച്ചേ. കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്. ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത്. ഈശോയെ, കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്. ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത്. കയ്യെത്തും ദൂരത്ത് കാരുണ്യം കാട്ടും ദൈവവും വേറേത്. ജനത്തോട് കരുണ കാണിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 കരങ്ങൾ വീശി, കരങ്ങൾ വീശി, രണ്ട് കരങ്ങളും വീശി. ഹല്ലേലൂയ, 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 കരങ്ങളുയർത്തി സ്തുതിച്ച്, കരങ്ങളുയർത്തി സ്തുതിച്ച്, സ്വരമുയർത്തി സ്തുതിച്ച്. ഇത്രയും അടുത്ത് നിൽക്കുവാൻ, ഇത്രയും അടുത്ത് നിൽക്കുവാൻ, കാരുണ്യം സ്വീകരിക്കുവാൻ, കാരുണ്യം കാണിക്കുവാൻ, ഇത്രയും അടുത്ത് എന്റെ അടുത്തേക്ക് ഇറങ്ങി വരുവാൻ, എന്നോട് കരുണ കാണിക്കുവാൻ. യേശു ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. ഒരു ദൈവമേ, നല്ല ദൈവമേ, നിനക്ക് ആരാധന, ആരാധന, അപ്പോ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ വിളിക്കുന്ന ജനത്തോട് നീ കരുണ കാണിക്കണമേ. കർത്താവേ, നിന്നെ വിളിക്കുന്ന ജനത്തോട് നീ കരുണ കാണിക്കണമേ. ദുഃഖിതര്, പിടിതര്, രോഗികള്, ആകുലര്, അസ്വസ്ഥര്, കർത്താവേ, നിന്റെ അടുത്തേക്ക് കടന്നു വരുന്നു. കരുണ നീ ഒഴുക്കണമേ, സ്നേഹം നീ ഒഴുക്കണമേ. അപ്പോ നിന്നെ വിളിക്കുന്നു ഈ ജനത്തിന്റെ മേൽ കരുണ നീ ചൊരിയണമേ. ഹല്ലേലൂയ. ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. യേശുവേ, 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 നിന്നെ വിളിക്കുന്ന കർത്താവേ, നിന്നെ വിളിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ പക്കല് കരങ്ങൾ കൂപ്പി കണ്ണു തുറന്നു നിൽക്കുന്ന ഓരോ ദൈവ പൈതലിനെയും കർത്താവ് വീക്ഷിക്കുന്നു. വിശുദ്ധിയുള്ളവർക്കാണ് ദൈവദർശനം സാധ്യമാവുക. വിശുദ്ധിയില്ല എങ്കിൽ യേശുവിനെ കാണാൻ പറ്റില്ല. ഈശോയുടെ നമുക്ക് പറയാം, യേശോയെ, എൻ്റെ മനസ്സിൻ്റെ അഴുക്കുകള്, എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങള്, എൻ്റെ മനസ്സിൻ്റെ പാപങ്ങള് നീ എടുത്തു മാറ്റിത്തരണമേ എന്ന് പറഞ്ഞിട്ടില്ലേ? അനുതപിക്കുന്ന പാപിയോട് കരുണ കാണിക്കുന്നവനാണ് ദൈവമെന്ന്. അനുതപിക്കുന്ന പാപിയോട് കരുണ കാണിക്കുന്ന പൊന്നു തമ്പുരാനെ, നിന്റെ കരുണ ഈ ജനത്തിന്റെ മേൽ നീ ചൊരിയണമേ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ പാപങ്ങളോർത്ത് അനുതപിക്കാം. ഒരു നിമിഷം നമ്മൾ ചെയ്തു പോയിട്ടുള്ള
എല്ലാ പാപങ്ങളും ഓർത്ത് വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ട് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങൾ ഓർത്ത് ഒരു നിമിഷം ശിരസ്സ് നമിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ കുപ്പ് കരങ്ങളോടെ ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് നമ്മെ തന്നെ കൊടുത്തുകൊണ്ട് അനുതാപത്തിൻ്റെ വലിയ കൃപ, അനുതപിക്കുന്ന പാപിയോട് കരുണ കാണിക്കുന്ന പൊന്നുതമ്പുരാൻ ഇതാ അനുതാപിയുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. വഴിതെറ്റിയവരെ തേടിയെത്തുന്ന പൊന്നുതമ്പുരാൻ ഇതാ അനുതപിക്കുന്ന പാപിക്ക് കരുണ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തെ ദർശിക്കണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണ്. നമ്മൾ കണ്ടു, നമ്മളൊരു തിളങ്ങുന്ന മുത്തായിട്ട് മാറണം. എന്നിലെ അശുദ്ധിയെല്ലാം മാറ്റം ചെയ്യണം. യെശയ്യാ പ്രവചനത്തിൽ കാണുന്നുണ്ടല്ലോ, ഞാൻ അശുദ്ധമായ അധരങ്ങളോട് കൂടിയവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യയെ വസിക്കുന്നവനുമാകുന്നു. തൻ്റെ അയോഗ്യത ദൈവത്തിൻ്റെ തിരുമുൻപിലേക്ക് ഏറ്റുപറഞ്ഞ യെശയ്യാ പ്രവാചകനെ പോലെ നമുക്കും കടന്നു വരാം. നമുക്ക് പറയാം, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ അശുദ്ധി ഒത്തിരിയുണ്ട്. ശുദ്ധിയുടെ ആ വലിയ പടവ് ചവിട്ടിക്കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധിയുള്ളവർക്കാണല്ലോ നിന്നെ ദർശിക്കാൻ സാധിക്കുന്നത്. വിശുദ്ധിയിലേക്കാണല്ലോ ഒരു വ്യക്തിയെ ചേർത്ത് വയ്ക്കുന്നത്. കർത്താവെ, എൻ്റെ അശുദ്ധിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് പാപവും പാപത്തിൻ്റെ കെട്ടുകളും ദുർഗന്ധം വമിക്കുന്ന പാപത്തിൻ്റെ കെട്ടുകള്, അശുദ്ധിയുടെ മേഖലകള്, ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനങ്ങള് എല്ലാം മാറ്റിക്കൊണ്ട് കർത്താവെ വിശുദ്ധിയുടെ നിറവാക്കി വിശുദ്ധിയുടെ തികവുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റുവാൻ എൻ്റെ അശുദ്ധിയെല്ലാം അങ്ങ് കഴുകി കളയണമേ. ഞാൻ തിളങ്ങുന്ന ഒരു മുത്തായിട്ട് മാറുവാൻ കർത്താവെ നിന്റെ കൃപ അയക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. നോക്കിക്കൊണ്ട് പാടിക്കേ. എൻ പ്രിയനേ യേശുവേ രക്ഷക, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണമേ. ഈശോയേ, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണമേ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, ഓ കർത്താവേ, മോശയ്ക്ക് അങ്ങ് ദർശനം കൊടുത്തല്ലോ. കത്തിച്ചാമ്പലാകുന്ന മുൾപ്പടർപ്പ് എങ്കിലും ആ മുൾപ്പടർപ്പ് എരിഞ്ഞടയുന്നില്ല. ഞാൻ നീ വിളിച്ചു പറഞ്ഞില്ലേ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നിന്റെ കാലിലെ ചെരുപ്പടിച്ചു മാറ്റുക. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ അഗ്നി അഭിഷേകമേ, കടന്നു വരണമേ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്റെ ഈശോയെ, ഒരു തിളങ്ങുന്ന മുത്തായിട്ട് എന്നെ മാറ്റണമേ. അശുദ്ധിയെല്ലാം മാറ്റി തരണമേ. ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നിലെ അഹങ്കാരം, വിദ്വേഷം, പക, ദേഷ്യം എല്ലാം മാറിപ്പോകട്ടെ. ഞാൻ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമായതിനാൽ നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റുവാൻ നീ മോശയോട് പറഞ്ഞുവെങ്കിൽ, ദൈവമേ, നിന്റെ ദർശനം കാത്തു നിൽക്കുന്ന എന്നിലെ അഴുക്കുകളെല്ലാം നീ മാറ്റിത്തരണമേ.
യേശുവേ അന്ധകാര ശക്തിയിൽ നിന്ന് വിടുതൽ നൽകണമേ. പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകണമേ. ഓ അഗ്നി അഭിഷേകമേ. യേശുവേ യേശുവേ ദാഹിച്ച് പ്രാർത്ഥിച്ചേ മക്കളെ, ദാഹിച്ച് പ്രാർത്ഥിച്ചേ. അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകട്ടെ, അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകട്ടെ. അഗ്നി അഭിഷേകം കടന്നു വരട്ടെ. നീ തിളങ്ങുന്ന മുത്തായിട്ട് മാറട്ടെ. നിന്റെ അശുദ്ധി, നിന്റെ കോപം, നിന്റെ വിദ്വേഷം, പക, ദേഷ്യം എല്ലാം ഈ കർത്താവിന്റെ പാദത്തിലേക്ക് നീ വെച്ചേ. കർത്താവിനോട് പറ, കർത്താവേ എന്റെ അശുദ്ധിയെല്ലാം കഴുകി കളയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിലവിളിച്ച് പ്രാർത്ഥിച്ചേ, നിലവിളിച്ച് പ്രാർത്ഥിച്ചേ. അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകട്ടെ, പൈശാചികപ്പെടൽ വിട്ടുപോകട്ടെ, അശുദ്ധിയെല്ലാം വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വയ്ക്കട്ടെ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വന്ന് നിറയട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലുള്ള അവയവങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ ശക്തി ഒഴുകട്ടെ. ദാഹിച്ച് പ്രാർത്ഥിച്ചേ. അന്ധകാര ശക്തി വിട്ടുപോകട്ടെ, പൈശാചികപ്പെടൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ആരാധന 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 ആരാധന. കർത്താവേ നിന്റെ കൃപ കൊണ്ട് നിറയട്ടെ, നിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വീണ്ടും നമുക്ക് കരങ്ങൾ കൂപ്പാം. ആരാധിക്കുമ്പോൾ ശക്തി അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ആരാധിക്കുമ്പോൾ എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നു, എൻ്റെ കൃഷിയിടങ്ങള് അനുഗ്രഹിക്കപ്പെടുന്നു. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25 മുതൽ 20 അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നീ സത്യത്തിലും നീ ആത്മാവിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ നീ തന്നെ അനുഗ്രഹം കൊണ്ട് നിറയുന്നു. നിന്റെ ദേശം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നു. അബ്രാഹത്തോട് പറഞ്ഞില്ലേ നീ അനുഗ്രഹമായിട്ട് മാറുമെന്ന്. യാക്കോബിന്റെയും ഇസഹാക്കിന്റെയും അബ്രാഹത്തിന്റെയും ദൈവമായ കർത്താവ് ഇന്ന് എന്നോട് അരുളി ചെയ്യുന്നു, നീ ഒരു അനുഗ്രഹമായിട്ട് മാറണം. നീ ഒരു അനുഗ്രഹമായിട്ട് മാറണം. നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടണം. നിന്റെ ദേശത്ത് കരുണ ഒഴുകണം, സ്നേഹം ഒഴുകണം. ഇതാ ദൈവത്തിന് മുമ്പിലേക്ക് നമുക്ക് കടന്നു വരാം. ശിവയുടെ നമുക്ക് പറയാം, ശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന തിരു രക്തം എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ കർത്താവേ. അബ്രാഹത്തോട് പറഞ്ഞില്ലേ നിന്റെ കുടുംബം അനുഗ്രഹമായിട്ട് മാറട്ടെ. യാക്കോബ് പറഞ്ഞില്ലേ നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടില്ല. നമുക്കും പറയാം, യേശുവേ തിരുഹൃദയത്തിന് ഒഴുകി ഇറങ്ങുന്ന തിരു രക്തത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും, എൻ്റെ മക്കള്, പരീക്ഷ എഴുതുന്ന എൻ്റെ കുഞ്ഞുങ്ങള്, എൻ്റെ രോഗിയായ എൻ്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും എൻ്റെ ഭവനത്തിൽ കഴിയുന്നവർ ഇതാ കർത്താവെ സമർപ്പിക്കുന്നു. തിരുഹൃദയത്തിൻ്റെ ആ തണലിലേക്ക് ഈ മക്കളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അശുദ്ധിയിൽ നിന്ന് വിടുതൽ നൽകിയ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാൻ തിരുഹൃദയത്തിൻ്റെ നാഥ ഇതാ നിന്റെ മുമ്പിലേക്ക് ഈ മക്കളെയും ഇവരുടെ നിയോഗങ്ങളെയും കുടുംബത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മുട്ടുമേനിന്ന് കരങ്ങൾ കൂപ്പി ഇതാ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ദേശത്തെ അങ്ങ് കഴുകണമേ. ദേശത്തിൽ അന്ധകാര ശക്തികൾ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ നിർവീര്യമാകട്ടെ. പൈശാചിക പീഡകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. നീ പ്രാർത്ഥിക്ക്. നിന്റെ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന വികാര വിചാരങ്ങള് യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് യേശുവേ എന്നെയും എൻ്റെ കുടുംബത്തെയും കഴുകണവേ എന്ന് തിരുഹൃദയത്തിന്റെ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുഹൃദയനാഥനേ അധരങ്ങളാലെ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. തിരുഹൃദയനാഥനേ അധരങ്ങളാലെ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. പാടി പ്രാർത്ഥിക്കാം. തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. ഒരിക്കൽ കൂടി
തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാ മണിക്കൂറിന് ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ നമ്മളൊരു തീരുമാനമെടുക്കുകയാണ്. എൻ്റെ തമ്പുരാനെ, എൻ്റെ ജീവിതത്തിലേക്ക് കുരിശുകൾ കടന്നു വരാം, ബുദ്ധിമുട്ടുകൾ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, സാമ്പത്തിക മാന്യങ്ങള്, കടബാധ്യതകള്, പ്രശ്നങ്ങള്, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത അവസ്ഥകള് എല്ലാം കർത്താവേ നിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവേ, നിന്നോടല്ലാതെ പറയുവാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. ഇങ്ങ് വചനത്തിലൂടെ പറയുന്നില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ സമാശ്വസിപ്പിക്കാം. കർത്താവേ, വിവിധ തരത്തിലുള്ള അധ്വാനങ്ങള്, കഷ്ടപ്പാടുകള്, ബുദ്ധിമുട്ടുകള്, പ്രശ്നങ്ങള് എന്തു വന്നാലും ഇതാ എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഏതുവിധ സഹനമാണെങ്കിലും, ഏതുവിധ ബുദ്ധിമുട്ടാണെങ്കിലും, ഏത് പ്രശ്നമാണെങ്കിലും ഇതാ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. കർത്താവേ, അങ്ങാകുന്ന കാരുണ്യത്തിന്റെ ചവിട്ടിൽ നിന്ന് കാരുണ്യം സ്വീകരിച്ചിട്ട് കാരുണ്യം കൊടുക്കുവാൻ ബുദ്ധിമുട്ടുകൾ ഏറുമ്പോൾ, പ്രശ്നങ്ങൾ ഏറുമ്പോൾ, പ്രതിസന്ധികൾ ഏറുമ്പോൾ ഇതാ നാഥ നീ എൻ്റെ കൂടെയുണ്ട്, നീ എൻ്റെ കൂടെയുണ്ട്. എന്തു വേണമെങ്കിലും വന്നുകൊള്ളട്ടെ, ആപത്തോ വാളോ പട്ടിണിയോ എന്തു വന്നുകൊള്ളട്ടെ, ഇതാ കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആർക്കെന്നോട് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കൊരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നിന്നെ വിട്ട് ഞാൻ പോകില്ല, നീ എൻ്റെ കൂടെയുണ്ട്. നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നിന്നോട് ചേർന്നൊരു ജീവിതം ഞാനിതാ സമർപ്പിക്കുന്നു. സഹനങ്ങളേറിടുമ്പോ, ഭാരത്താൽ വലഞ്ഞിടുമ്പോ, എന്നും എന്നെ കരുതുന്നവൻ എൻ്റെ യേശു കൂടെയുണ്ട്. കൈകളടിച്ചു പാടി പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിൻ്റെ കൂടെയെങ്കിൽ ആരെന്നെ തോൽപ്പിച്ചിടും? പാടി പ്രാർത്ഥിക്കാമോ? കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിൻ്റെ കൂടെയെങ്കിൽ ആരെന്നെ തോൽപ്പിച്ചിടും? ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, പതറുകില്ല, ഞാൻ പതറുകില്ല, തകരുകില്ല, ഞാൻ തകരുകില്ല, എൻ്റെ യേശു കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, പതറുകില്ല, ഞാൻ പതറുകില്ല, തകരുകില്ല, ഞാൻ തകരുകില്ല, എൻ്റെ യേശു കൂടെയുണ്ട്. സഹനങ്ങളേറിടുമ്പോ, ഭാരത്താൽ വലഞ്ഞിടുമ്പോ, സഹനങ്ങളേറിടുമ്പോ, ഭാരത്താൽ വലഞ്ഞിടുമ്പോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ എൻ്റെ യേശു കൂടെയുണ്ട്. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ എൻ്റെ യേശു കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, പതറുകില്ല, പതറുകില്ല, ഞാൻ തകരുകില്ല, തകരുകില്ല, ഞാൻ തകരുകില്ല, എൻ്റെ യേശു കൂടെയുണ്ട്. ഭയപ്പെടില്ല, സ്വരമുയർത്തി. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, പതറുകില്ല, ഞാൻ പതറുകില്ല, തകരുകില്ല, ഞാൻ തകരുകില്ല,
എൻ്റെ യേശു കൂടെയുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് മുട്ടുമേ നിൽക്കാം. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം ഏറ്റുവാങ്ങുമ്പോൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യം ഈ ദേശം മുഴുവൻ നിറയട്ടെ. ഈ ആലയവും ഇതിൻ്റെ ചുറ്റുപാടുകളും ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും അങ്ങനെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ 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 നിന്റെ ജനത്തെ ആശീർവദിക്കണമേ കർത്താവേ. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ആലയത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദീർഘായുസ്സ് ഇവർക്ക് കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം കൊണ്ട് ജനം നിറയട്ടെ. ഈ ജനത്തെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് സന്തോഷചിത്തരായി സമാധാനത്തിന്റെ വക്താക്കളായി കാരുണ്യത്തിന്റെ നല്ല മുഖങ്ങളായിട്ട് ഇവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ 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 ആരാധന